മുഖ്യമന്ത്രിയെ ഇങ്ങനെ ദോഷകരമായിട്ട് ചിത്രീകരിക്കണം എന്നുള്ളത് ചിലരുടെ ആവശ്യമാണ്, അതിനുവേണ്ടി പറയുന്നു. പക്ഷേ മുഖ്യമന്ത്രി പിണറായി വിജയൻ നല്ലൊരു ഭരണാധികാരിയാണ്, കേരളം കണ്ട ഏറ്റവും മികവുള്ള ഭരണാധികാരിയാണെന്ന് തന്നെ ഞാൻ പറയും. അതിൻ്റെ അർത്ഥം അദ്ദേഹം മർക്കട മുഷ്ടിക്കാരനാണെന്നോ ഒന്നുമല്ല. ചിലപ്പോൾ അധികാരത്തിൽ കരുണാകരൻ എന്ത് ചാട്ടിയക്കാരനായിരുന്നു, അതിനൊന്നും സംശയമൊന്നുമില്ല. പക്ഷേ ഞാൻ കരുണാകരനെയും പിണറായിയെയും കമ്പയർ ചെയ്യലേ, രണ്ടും രണ്ട് ധാരകളായിട്ട് വളർന്നു വന്ന നേതാക്കന്മാരാണ്, കേരളത്തിൽ നിറഞ്ഞു നിന്ന നേതാക്കന്മാരാണ്, സംശയമൊന്നുമില്ല. അതുകൊണ്ട് പിണറായി വിജയനെക്കുറിച്ച് പറയുന്ന ഇത്തരം ആരോപണങ്ങൾക്ക് എൻ്റെ അംഗീകാരമില്ല. വെള്ളാപ്പള്ളി എപ്പോഴും കേരള രാഷ്ട്രീയത്തിന്, കേരളത്തിലെ സാമൂഹ്യ സാഹചര്യങ്ങൾക്ക് യോജിച്ച തരത്തിൽ വർത്തമാനം പറയുന്ന ആളല്ല. അദ്ദേഹത്തിൻ്റെ വാക്കുകൾക്ക് പലപ്പോഴും ഒരു വിദ്വേഷത്തിൻ്റെ ചുവയുണ്ട്. കേരള സമൂഹത്തിന് ആ ഒരു ചുവ പരിചയമുള്ളതല്ല. അങ്ങനെ ഒരാളെ കൂട്ടുമ്പോൾ സ്വാഭാവികമായിട്ടും മുഖ്യമന്ത്രി ശ്രദ്ധിക്കേണ്ടിയിരുന്നു എന്നാണ് എൻ്റെ അഭിപ്രായം. CPM-ന്, അത് വ്യക്തിപരമായിട്ട് തന്നെ എൻ്റെ അഭിപ്രായമാണ്, CPM-ന് ഒരു മതനിരപേക്ഷത കാത്തുസൂക്ഷിക്കുന്നതിൽ, കേരളത്തിലെ മതനിരപേക്ഷത കാത്തുസൂക്ഷിക്കുന്നതിൽ ഒരു വലിയ പങ്കുണ്ട്. മുഖ്യമന്ത്രി പിണറായി വിജയനാവട്ടെ 1971 തലശ്ശേരിയിലെ കലാപം, RSS, ആ RSS-ൻ്റെ ആക്രമണത്തെ എതിർത്ത അന്നത്തെ ചെറുപ്പക്കാരനായ നേതാവാണ് പിണറായി വിജയൻ. അദ്ദേഹത്തിന് അങ്ങനെ ഒരു പാരമ്പര്യമുണ്ട്, ശക്തമായൊരു പാരമ്പര്യമുണ്ട്. ആ പാരമ്പര്യം കേരളത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട രാഷ്ട്രീയ ധാരയായിട്ട് നിലനിൽക്കുന്നുണ്ട് എന്നാണ് ഞാൻ പറയുക. അത് വ്യക്തിപരമായിട്ട് പിണറായി വിജയൻ്റെ സ്വഭാവമാണ്. മുഖ്യമന്ത്രി എന്ന നിലയ്ക്ക് അത് അദ്ദേഹം വളരെ ശക്തമായിട്ട് തന്നെ കാത്തു സൂക്ഷിച്ചു എന്ന് തന്നെ പറയണം. 1957 ഗവൺമെൻറ് ഇന്നും കേരളത്തിലെ ഒരു മോഡൽ ഗവൺമെൻറ്റായിട്ട് നിൽക്കുകയാണ്. ലോകത്തിലാദ്യമായിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരത്തിലെത്തുന്ന ഒരു സംസ്ഥാനമാണ് കേരളം. 57 തെരഞ്ഞെടുപ്പ്. ആ 57 തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്തെല്ലാം സന്നാഹങ്ങൾ ഒരുക്കുന്നറിയാമോ? ഭരണം പിടിക്കണം, കോൺഗ്രസിനെ പരാജയപ്പെടുത്തണം. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ് അധികാരത്തിൽ വന്നു, സാക്ഷാൽ EMS നമ്പൂതിരിപ്പാടിൻ്റെ ഗവൺമെൻറ്. ആ ഗവൺമെൻറ് ചെയ്ത പരിഷ്കാരങ്ങളിൽ ഏറ്റവും പ്രധാനം വിദ്യാഭ്യാസ രംഗത്തെ പരിഷ്കാരം, അതേപോലെ ഭൂപരിഷ്കരണം. KR ഗൗരിയമ്മ ഒരാഴ്ചക്കുള്ളിൽ ഭൂമി ഒഴിപ്പിക്കുന്നതിനെതിരെ ഒരു ഓർഡിനൻസ് കൊണ്ടുവന്നു. ഒറ്റയാഴ്ചക്കുള്ളിൽ ഓർഡിനൻസ് കൊണ്ടുവന്നു. രാത്രി ഉറക്കമിളച്ചിരുന്ന് നിയമം എഴുതി. ഗൗരിയമ്മ നിയമവിദഗ്ധയാണ്, LLB-കാരിയാണ്. ഒരു ഓർഡിനൻസ് പാസ്സാക്കി. അതൊക്കെ കേരളം നടുങ്ങിപ്പോയില്ലേ, ഭൂപ്രഭുക്കൾ നടുങ്ങിപ്പോയില്ലേ. പിണറായി വിജയന് അത്യാവശ്യം ആരോഗ്യമുണ്ട്, അദ്ദേഹത്തിന് ചിന്തയ്ക്കോ അദ്ദേഹത്തിൻ്റെ വർത്തമാനത്തിനോ യാതൊരു കുഴപ്പമില്ല, യാതൊരു സംശയമില്ലാത്ത കാര്യമാണ്. ഇന്നും വളരെ ശക്തമായിട്ട് സൂക്ഷ്മമായിട്ട് കാര്യങ്ങൾ നിരീക്ഷിക്കുകയും സൂക്ഷ്മമായിട്ട് തീരുമാനങ്ങൾ എടുക്കുകയും നിലപാടുകൾ എടുക്കുകയും ചെയ്യുന്ന ഒരു വലിയ രാഷ്ട്രീയ നേതാവ് തന്നെയാണ്. എൻ്റെ വീക്ഷണത്തിൽ കേരളത്തിൽ ഏറ്റവും തലയെടുപ്പുള്ള നേതാവ്, ഏറ്റവും തന്ത്രപ്രധാനമായ തീരുമാനങ്ങൾ അതിവിദഗ്ധമായിട്ട് എടുക്കാൻ കഴിവുള്ള നേതാവ് പിണറായി വിജയൻ തന്നെയാണ്, സഖാവ് പിണറായി വിജയൻ തന്നെയാണ്, സംശയമില്ല. സർ, നിയമസഭാ തെരഞ്ഞെടുപ്പിലെ 3 മുന്നണികളുടെയും സാധ്യതകളെക്കുറിച്ചാണ് പ്രധാനമായിട്ടും ചോദിക്കാനുള്ളത്. തീർച്ചയായിട്ടും അതിൽ ആദ്യം ചോദിക്കാനുള്ളത് ഭരണപക്ഷമായിട്ടുള്ള ഇടതുപക്ഷത്തിന്റെ സാധ്യതയെക്കുറിച്ച് തന്നെയാണ്. മൂന്നാമതും ഒരു തുടർഭരണം ഇടതുപക്ഷത്തിന് ഇത്തവണ സാധ്യമാണോ? സാധ്യത ഉണ്ടോ എന്ന് ചോദിച്ചാൽ, ഇടതുപക്ഷത്തിന് സാധ്യതയുണ്ടോ എന്ന് ചോദിച്ചാൽ, ഞാൻ ഒരു മാധ്യമപ്രവർത്തകൻ എന്ന നിലയ്ക്ക് അങ്ങനെ പറയുന്നത് ശരിയല്ല എന്നാണ് അർത്ഥം, എൻ്റെ ഒരു അഭിപ്രായം. കാരണം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കഴിഞ്ഞ തവണ അങ്ങനെ അധികം ആരും പ്രതീക്ഷിക്കാതിരിക്കെയാണ് രണ്ടാമത് അധികാരത്തിൽ വന്നത്. അപ്പോഴിനി മൂന്നാമതും അധികാരത്തിൽ വരാൻ സാധ്യതയുണ്ടോ എന്ന് ചോദിച്ചാൽ, കേരളത്തിൻ്റെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ അനുസരിച്ച് നമ്മൾ രാഷ്ട്രീയം വിലയിരുത്തുമ്പോൾ ഞാൻ എപ്പോഴും പറയാറുള്ള ഒരു കാര്യം, കേരളം രണ്ട് മുന്നണികൾ പരസ്പരം മത്സരിക്കുന്ന ഒരു ഇടമാണ്. ഒരു വശത്ത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി, മറുവശത്ത്
ഐക്യജനാധിപത്യ മുന്നണി. രണ്ടും ഏറെക്കുറെ രാഷ്ട്രീയമായി തുല്യ ശക്തികളാണ്. ഇതിനിടയ്ക്ക് ഒരു മൂന്നാം മുന്നണി ഇങ്ങനെ കയറി വരികയാണ് രണ്ട് കൂട്ടരെ നോക്കിക്കൊണ്ട്. അത് ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള, കേന്ദ്രം ഭരിക്കുന്ന BJPയുടെ നേതൃത്വത്തിലുള്ള NDA മുന്നണി. അവരിങ്ങനെ കൊച്ചു പാർട്ടികളെയൊക്കെ കൂട്ടിക്കൂട്ടി NDA ഇങ്ങനെ വികസിപ്പിക്കുന്നുണ്ട്. പക്ഷേ അതൊന്നും പുറത്തറിയാനില്ല. അങ്ങനെ വരുമ്പോൾ ഈ രാഷ്ട്രീയ സങ്കല്പങ്ങളും രാഷ്ട്രീയമായ സമവാക്യങ്ങളും ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുക. പക്ഷെ അതിനിടയ്ക്കും ആത്യന്തികമായിട്ട് രണ്ട് ശക്തികളുടെ ഒരു പോരാട്ടം, ആ പോരാട്ടം ഇങ്ങനെ തുടരുകയും ചെയ്യുകയാണ്. കഴിഞ്ഞ തവണ UDF പരാജയപ്പെട്ടു. ഇത്തവണ UDF പരാജയപ്പെടുമോ എന്നാണ് അഭിരാമി ചോദിച്ചതിൻ്റെ അർത്ഥം. ഞാൻ അങ്ങനെ പറയുന്നില്ല. പക്ഷേ UDFന് ജയിക്കാൻ സാധ്യതകളുണ്ട്. ആ സാധ്യതകളെ എങ്ങനെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കെടുത്തും, അതായിരിക്കും കുറച്ചും കൂടെ നല്ല രാഷ്ട്രീയ ചോദ്യം. ഈ രാഷ്ട്രീയ ചോദ്യം എന്നേ പറയുന്നുള്ളൂ. അതായിരിക്കും നല്ല രാഷ്ട്രീയ ചോദ്യം. കഴിഞ്ഞ തവണ എങ്ങനെയാണ് സംഭവിച്ചത്? കഴിഞ്ഞ തവണ രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രി ആയതായിരുന്നു. രമേശ് ചെന്നിത്തല എൻ്റെ അറിവ് പേഴ്സണൽ സ്റ്റാഫിനെ നിയമിച്ചു, പ്രധാനപ്പെട്ട IAS ഉദ്യോഗസ്ഥരെ തീരുമാനിച്ചു, പ്രധാനപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥരെ ആരായിരിക്കണം എന്നൊക്കെ തീരുമാനിച്ചു. അതിനിടയ്ക്ക് മാണി ഗ്രൂപ്പിനെ തള്ളി ചവിട്ടി ദൂരത്താക്കി. ബെന്നി ബെഹനാൻ്റെ ഒരൊറ്റ പത്രസമ്മേളനം നടത്തി KM മാണിയെ ഔട്ടാക്കി. KM മാണി എന്ന് പറഞ്ഞാൽ UDFൻ്റെ ഐക്യജനാധിപത്യ മുന്നണിയുടെ ഒരു നെടുന്തൂണായിരുന്നു. ആ മാണിയുടെ നേതൃത്വത്തിലുള്ള കോൺഗ്രസ് KM മാണിയുടെ നിര്യാണത്തിന് ശേഷം അദ്ദേഹത്തിൻ്റെ മകൻ സ്ഥാനമേൽക്കുന്നു. അപ്പോൾ ജോസ് കെ മാണിയുടെ പാർട്ടിയല്ലേ. അത് പക്ഷേ വിനയായി, അത് പക്ഷേ വലിയ കാരണമായി പരാജയത്തിന്. കാരണം അന്നത്തെ ചർച്ചകളിലൊക്കെ പറയുമായിരുന്നു, ഞാൻ കുറേ എഴുതുകയും ചെയ്തു, UDFന് ഒരു പാർട്ടിയെ എന്നല്ല, ഒരു വ്യക്തിയെ പോലും കളയാനുള്ള ഒരു സാഹചര്യമല്ല അന്നേരം. തിരഞ്ഞെടുപ്പ് വരുന്നു, അന്നേരം UDFന്ന് ഒരാളെ പോലും ഇങ്ങോട്ട് വല്ലവരും ചേർക്കാം എന്നല്ലാതെ ഒരാളെയും കളഞ്ഞുകൂടാ. അതാണ് അന്ന് ഞാൻ പറഞ്ഞത്. UDFലെ പ്രധാനപ്പെട്ട നേതാവായ CP ജോൺ രണ്ടുപേരോടും പറഞ്ഞു, നിങ്ങളെ കളയരുത്, ഇത് അപകടമാണ്, അവരെ തിരിച്ചു കൊണ്ടുവരണം. പക്ഷേ അപ്പോഴത്തേക്ക് വൈകിപ്പോയി. കാരണം അങ്ങപ്പുറത്ത് ഇവരെക്കാൾ പ്രതിപക്ഷത്ത് ഈ നേതാക്കളെക്കാൾ വളരെ ദീർഘദൃഷ്ടിയുള്ള ഒരു നേതാവുണ്ടായിരുന്നു, പിണറായി വിജയൻ, അന്നത്തെ മുഖ്യമന്ത്രി. അദ്ദേഹം പെട്ടെന്ന് നല്ല വല വിരിച്ചു, ചുവന്ന പരവതാനി വിരിച്ചിട്ട് ജോസ് കെ മാണിയെയും കൂടി സ്വീകരിച്ചു. അത് നല്ല സീറ്റും കൊടുത്തു, ചോദിച്ച സീറ്റെല്ലാം കൊടുത്തു. അതാണ് അന്നത്തെ രാഷ്ട്രീയം. ആ രാഷ്ട്രീയം ഇന്ന് എങ്ങനെ വരുന്നു, എങ്ങനെ തിരിഞ്ഞു മറിയുന്നു, സമവാക്യങ്ങൾ എങ്ങനെ മാറി മറിയുന്നു, ഇതൊക്കെയാണ് വിഷയം. അതുകൊണ്ട് വലിയ ചോദ്യമാണ്. പക്ഷേ ഉത്തരം ഇതുപോലെ പടർന്ന് പന്തലിച്ച് കിടക്കും. ഓക്കെ സാർ, പക്ഷേ വെള്ളാപ്പള്ളിയായിട്ടുള്ള മുഖ്യമന്ത്രിയുടെ അടുപ്പവും അതുപോലെ തന്നെ PM ശ്രീ പോലൊരു പദ്ധതി നടപ്പാക്കാൻ ശ്രമിച്ചതും ഒക്കെ തിരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന് ഒരു തിരിച്ചടിയാകില്ലേ? അത് തിരിച്ചടിയായിട്ടുണ്ട്, സംശയമൊന്നുമില്ല. പക്ഷേ ആ സാഹചര്യം, രാഷ്ട്രീയ സാഹചര്യം, കേരളത്തിലെ സാമൂഹിക സാഹചര്യം, ഇതെല്ലാം പരിശോധിക്കണം. PM ശ്രീ പദ്ധതി എന്ന് പറയുന്നത് സ്കൂളുകൾ, ആ സ്കൂളുകളുടെ വളർച്ച, കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ രംഗത്തിൻ്റെ വളർച്ച, ഇതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ PM ശ്രീക്ക് വലിയ പ്രാധാന്യമുണ്ട്. അത് പ്രഥമ ദൃഷ്ടിയ തന്നെ അതത്ര നല്ല ഭംഗിയുള്ള, കേരളത്തിന് യോജിച്ച ഒരു പദ്ധതിയാണ് എന്ന് പറയാൻ പറ്റത്തില്ല. എങ്കിലും അന്നത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ വിദ്യാഭ്യാസ രംഗത്തെ സാഹചര്യങ്ങൾ കണക്കിലെടുത്ത് ഒരു പക്ഷേ അത് അവർ തീരുമാനിച്ചു. അതിനകത്ത് മുഖ്യമന്ത്രി പിണറായി വിജയനും വിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടിക്കും ഒക്കെ പങ്കുമുണ്ട്. അതേപോലെ വെള്ളാപ്പള്ളി എപ്പോഴും കേരള രാഷ്ട്രീയത്തിന്, കേരളത്തിലെ സാമൂഹ്യ സാഹചര്യങ്ങൾക്ക് യോജിച്ച തരത്തിൽ വർത്തമാനം പറയുന്ന ആളല്ല. അദ്ദേഹത്തിൻ്റെ വാക്കുകൾക്ക് പലപ്പോഴും ഒരു വിദ്വേഷത്തിൻ്റെ ചുവയുണ്ട്. കേരള സമൂഹത്തിന് ആ ഒരു ചുവ പരിചയമുള്ളതല്ല.
അങ്ങനെ ഒരാളെ കൂട്ടുമ്പോൾ സ്വാഭാവികമായിട്ടും മുഖ്യമന്ത്രി ശ്രദ്ധിക്കേണ്ടിയിരുന്നു എന്നാണ് എൻ്റെ അഭിപ്രായം. കഴിഞ്ഞ 5 വർഷക്കാലത്തെ ഇടതുപക്ഷ സർക്കാരിന്റെ പ്രധാന നേട്ടമായിട്ട് സാറ് കാണുന്നത് എന്തൊക്കെയാണ്? അതുപോലെ തന്നെ അവരുടെ ഒരു ദൗർബല്യമായിട്ട് വിലയിരുത്തുന്നത് എന്തൊക്കെയാണ്? ഭരണ നേട്ടം കേരളത്തിൻ്റെ ഒരു പൊതു സ്വഭാവം അങ്ങേയറ്റത്തെ മതേതര സ്വഭാവമാണ്. കേരളത്തിൽ ഭാഗ്യവശാൽ ഈ കഴിഞ്ഞ 5 വർഷം ഈ മതേതര അന്തരീക്ഷത്തെ വെല്ലുവിളിക്കുന്ന ഒരു നടപടിയും ഒരു ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല. അത് ഗവൺമെൻറ്റിൻ്റെ ഒരു ജാഗ്രത കൊണ്ടാണ്, കേരള പോലീസിൻ്റെ ഒരു ജാഗ്രത കൊണ്ടാണ് എന്ന് പറയാതിരിക്കാനാവില്ല. കാരണം എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ ഇപ്പം ഇതുപോലെയുള്ള ചില വിദ്വേഷ പ്രസ്താവനകൾ അതുപോലും കേരളത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കപ്പെടും. മുമ്പൊക്കെ ഞാൻ ഓർക്കുന്നുണ്ട്, ഇതുപോലെ പലയിടത്തും തിരുവനന്തപുരത്ത് ഞാൻ ഒരു അത്ര പടർന്നില്ലെങ്കിൽ പോലും ഒരു വർഗീയ ലഹള ചാലക്കമ്പോളം കത്തുന്നത് ഞാൻ പത്രപ്രവർത്തകനായി മാതൃഭൂമിയിലും കൊണ്ട് കയറിയിട്ട് അധികം കാലമാകുന്നതിന് മുമ്പായിരുന്നു. ചാലക്കമ്പോളം കത്തിയെരിയുന്ന ഒരു കാലഘട്ടം, ഒരു ദിവസം, ഒരു രാത്രി വർഗീയ ആക്രമണമാണ്. അതിനു മുമ്പ് ഒരു വിഭാഗം ആക്രമണം നടത്തി, അതിന് മറുപടിയായിട്ട് വൈകുന്നേരം തിരിച്ചാക്രമണം നടത്തുന്നു. പോലീസ് നോക്കി നിൽക്കുകയാണ്. അന്ന് മാതൃഭൂമിയിലെ ഞങ്ങളുടെ ന്യൂസ് എഡിറ്റർ ടി വേണുഗോപാലൻ, ഞങ്ങൾ വേണുവേട്ടനെന്ന് വിളിക്കും, അദ്ദേഹം ഞങ്ങളെല്ലാം കൂടെ നിൽക്കും ഇപ്പോൾ എത്ര എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നറിയാൻ വേണ്ടി. പേജ് എങ്ങനെ മേക്കപ്പ് അതൊരു കലയാണ്. ഇപ്പോൾ വേണുവേട്ടൻ അതിൻ്റെ ഒരു ആശാനാണ്. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ മനോഹരമായിട്ട് പേജൊക്കെ ഉണ്ടാക്കുന്നതും. അപ്പം ഞങ്ങളുടെ ഫോട്ടോഗ്രാഫറുണ്ട് രാജൻ പൊതുവാൾ പോയി ചാലക്കമ്പോളം കത്തിയിരുന്ന അതിഭീകരമായ ഒരു നാട് കത്തുക, ഒരു സിറ്റിയുടെ ഒരു ഭാഗം കത്തുകയാണ്. തീ ഇങ്ങനെ ആളൊക്കെ ദൂരെ നിന്ന് പോലും കാണാം, കടകൾക്കെല്ലാം തീ കത്തിക്കുക. ആ ഫോട്ടോ അങ്ങോട്ടിട്ടിട്ട് ചാലക്കമ്പോളം കത്തിയെരിയുന്നു, പോലീസ് നോക്കി നിൽക്കുന്നു എന്നാണ് ഞങ്ങളുടെ മെയിൻ ഹെഡിങ് 1-ാം പേജിലെ. അപ്പോഴത്തേക്ക് രാത്രി അപ്പോൾ തിരുവനന്തപുരം മാതൃഭൂമി എഡിഷൻ തുടങ്ങിയിട്ട് അധികം കാലമായിട്ട് കുറേ മാസങ്ങളേ ആയിട്ടുള്ളൂ. അപ്പോൾ പത്രമെല്ലാം കുറേ ഇങ്ങനെ അച്ചടിച്ച് എല്ലാം പോകാൻ തുടങ്ങുന്നു. അന്നേരമാണ് പട്ടാളം ഇറങ്ങിയത്. പിന്നെ പട്ടാളത്തിൻ്റെ വേഗതയും, അവർ തോക്കുമായിട്ടാണ് ഇറങ്ങുന്നത്. അവർ കണ്ടാൽ ഉടനെ വെടിവെക്കും. അങ്ങനെ പട്ടാളം എല്ലാ സന്നാഹങ്ങളുമായിട്ട് ഇറങ്ങി ഈ നഗരം മുഴുക്കയും പരക്കുന്നു. അപ്പോഴേക്ക് അക്രമികളെല്ലാം ഓടുന്നു. അപ്പം വർഗീയ ലഹള ഉണ്ടാക്കുമ്പോൾ ശക്തമായ പോലീസ് ആക്രമണം അതാണ് വേണ്ടത്. അത് മുഖം നോക്കാതെ നടപടിയെടുക്കണം. 2 കൂട്ടരെയും അടിക്കണം, വേണമെങ്കിൽ വെടിവെക്കണം. എങ്കിൽ മാത്രമേ അടിച്ചമർത്താൻ പറ്റുകയുള്ളൂ. പക്ഷേ അന്നത്തെ മുഖ്യമന്ത്രി ആദ്യം ഒരു ഉദാസീനത കാണിച്ചു. അതൊക്കെ ഞാനങ്ങനെ എഴുതിയിട്ടുള്ളതാണ്. പോലീസ് ബാരക്കിൽ നിന്ന് ഇറങ്ങിയില്ല, പോലീസ് സ്റ്റേഷനിൽ ഒതുങ്ങി, പട്ടാളത്തെ വിളിച്ചില്ല. പക്ഷേ തീ കത്തി, ആളിക്കത്തി, സംഭവം വഷളാകുന്നു എന്ന് കണ്ടപ്പോഴേക്ക് പട്ടാളത്തെ വിളിക്കാൻ സംസ്ഥാന ഗവൺമെൻറ് നിർബന്ധിതമായി. പട്ടാളം ഇറങ്ങി. അന്ന് എനിക്ക് തോന്നുന്നു പോലീസ് DIG PJ അലക്സാണ്ടർ ആയിരുന്നു. അദ്ദേഹത്തിന് ചുമതല കൊടുത്തു, അടിച്ചമർത്താൻ പറഞ്ഞു. അദ്ദേഹവും പോലീസിനെ മുഴുക്കി രംഗത്തിറക്കി. അതിവേഗം നഗരം ശാന്തമാക്കി. ഞങ്ങളുണ്ടല്ലോ, മാതൃഭൂമി ആ പത്രം പുറത്തിറക്കിയില്ല. അതെ, ഞാനത് സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ആ പത്രം സൂക്ഷിച്ച് വെക്കപ്പെടേണ്ട പത്രമാണ്. ആ പത്രം പുറത്തിറങ്ങിയില്ല. ഉണ്ടാക്കി അച്ചടിച്ച പത്രം മുഴുവൻ തിരിച്ചു വിളിച്ചു. പട്ടണത്തിലേക്ക് പോയ ജീപ്പിലൊക്കെ പോയ ബസ്സിലൊക്കെ ഇടന്ന് വണ്ടി എടുത്തു. ഞങ്ങൾ പത്തനംതിട്ട വരെയുണ്ട് തിരുവനന്തപുരം എഡിഷൻ. അപ്പോൾ ആ പത്രങ്ങൾ അങ്ങോട്ട് പോയാൽ തിരിച്ച പത്രങ്ങളെല്ലാം തിരിച്ച് വിളിച്ചു. എന്നിട്ട് വേറെ പത്രം അച്ചടിച്ചു. അതിന് പകരം വേറെ പട്ടാളം ഇറങ്ങി എന്നാക്കി ആ ഹെഡിങ് മാത്രം മാറ്റിയിട്ട് പുതിയ പത്രം ഇറക്കി. അതിവേഗം ചെയ്തു. അപ്പോൾ അതുമാത്രം ഞാൻ കണ്ടിട്ടുണ്ട്. പിന്നെ മാറാട് കലാപം നമുക്കറിയാം. കലാപം പലയിടത്തും ഉണ്ടായിട്ടുണ്ട്. ഈ 5 വർഷങ്ങൾ ഇത്തരം കാര്യങ്ങൾക്ക് ഒരു സമാധാനം കൊടുത്ത 5 വർഷങ്ങളാണ്. 5 + 5 10 വർഷമായിട്ട് ഇങ്ങനത്തെ സംഭവങ്ങളൊന്നും നമ്മൾ കേട്ടിട്ടില്ല. കേരളത്തിലങ്ങനെ കേൾക്കാൻ സാധ്യതയില്ല. പക്ഷേ ഇടതുപക്ഷം ഭരിക്കുമ്പോൾ ആ കാര്യം സുനിശ്ചിതമാണെന്ന് ഉറപ്പാക്കാം. CPM-ന്
അത് വ്യക്തിപരമായിട്ട് തന്നെ എൻ്റെ അഭിപ്രായമാണ്. CPM-ന് ഒരു മതനിരപേക്ഷത കാത്തുസൂക്ഷിക്കുന്നതിൽ, കേരളത്തിലെ മതനിരപേക്ഷത കാത്തുസൂക്ഷിക്കുന്നതിൽ ഒരു വലിയ പങ്കുണ്ട്. മുഖ്യമന്ത്രി പിണറായി വിജയനാവട്ടെ 1971 71 തലശ്ശേരിയിലെ കലാപം RSS, ആ RSS-ൻ്റെ ആക്രമണത്തെ എതിർത്ത അന്നത്തെ ചെറുപ്പക്കാരനായ നേതാവാണ് പിണറായി വിജയൻ. അദ്ദേഹത്തിന് അങ്ങനെ ഒരു പാരമ്പര്യമുണ്ട്, ശക്തമായൊരു പാരമ്പര്യമുണ്ട്. ആ പാരമ്പര്യം കേരളത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട രാഷ്ട്രീയ ധാരയായിട്ട് നിലനിൽക്കുന്നുണ്ട് എന്നാണ് ഞാൻ പറയുക. അത് വ്യക്തിപരമായിട്ട് പിണറായി വിജയൻ്റെ സ്വഭാവമാണ്. മുഖ്യമന്ത്രി എന്ന നിലയ്ക്ക് അത് അദ്ദേഹം വളരെ ശക്തമായിട്ട് തന്നെ കാത്തു സൂക്ഷിച്ചു എന്ന് തന്നെ പറയണം. അതൊരു പ്രധാന നേട്ടം. പിന്നീട് നോക്കി നീ പറയാം. ഞാൻ ദൗർബല്യങ്ങളെക്കുറിച്ചും ചോദിച്ചു. ദൗർബല്യങ്ങൾ ഒത്തിരിയുണ്ട്. രണ്ടാം പിണറായി സർക്കാർ, രണ്ടാമത് ഒരു മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ രണ്ടാമത് വീണ്ടും 5 വർഷം ഭരിച്ചു. അതിനുശേഷം അടുത്ത 5 വർഷം ഭരണം കൈ കിട്ടുന്നു. അങ്ങനെ വരുമ്പോൾ മുഖ്യമന്ത്രിക്ക് തൻ്റെ MLA-മാരിൽ അല്ലെങ്കിൽ പാർട്ടി നേതാക്കളിൽ ഏറ്റവും മികവുള്ളവരെ മന്ത്രിമാരാക്കിയിരുന്നെങ്കിൽ ഈ കേരളം കണ്ട ഏറ്റവും വലിയ പ്രഗത്ഭമായ ഗവൺമെൻറ് ആകുമായിരുന്നു ഇത്. എനിക്ക് അങ്ങനെ ഒരു അഭിപ്രായം ഇല്ല. കാരണം 1957 ഗവൺമെൻറ് ഇന്നും കേരളത്തിലെ ഒരു മോഡൽ ഗവൺമെൻറ്റായിട്ട് നിൽക്കുകയാണ്. ലോകത്തിലാദ്യമായിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരത്തിലെത്തുന്ന ഒരു സംസ്ഥാനമാണ് കേരളം. 57 തിരഞ്ഞെടുപ്പ്. ആ 57 തിരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്തെല്ലാം സന്നാഹങ്ങൾ ഒരുക്കുന്നറിയാമോ? ഭരണം പിടിക്കണം, കോൺഗ്രസിനെ പരാജയപ്പെടുത്തണം. സ്റ്റേറ്റ് കോൺഗ്രസ്സിലൂടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഒരു വളർന്ന് വലുതായി ഒരു ശക്തിയായിട്ട് വളർന്നു വരികയാണ്. അതിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരത്തിൽ എത്തണം എന്ന് ചിന്തിക്കാൻ ഒരു 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 വിശാലമായ സന്നാഹങ്ങൾ ഒരുക്കി അന്നത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതൃത്വം. EMS ഈ ഭൂപരിഷ്കരണത്തെക്കുറിച്ച് ധാരാളം പഠിച്ചു. അദ്ദേഹം വന്ന് മദ്രാസ് സംസ്ഥാനത്തെ ഒരു അംഗമായിരുന്നു. കോഴിക്കോട് അവിടെ നിന്നൊക്കെ, ആ ഭാഗത്തു നിന്ന്, മലബാർ പ്രദേശത്ത് നിന്ന്. അവിടെ നിന്നും കൊണ്ട് കർഷകൻ്റെ കടബാധ്യത, കർഷക തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ, ഇതെല്ലാം അദ്ദേഹം EMS ഉണ്ടല്ലോ ശരിക്കും പഠിക്കുന്ന നേതാവാണ്. കാര്യങ്ങൾ പഠിക്കാനും മനസ്സിലാക്കാനും ശേഷിയുള്ള, അസാധാരണ ശേഷിയുള്ള ഒരു വ്യക്തിയാണ് EMS നമ്പൂതിരിപ്പാട്. അദ്ദേഹം അതേക്കുറിച്ച് പഠിച്ചു, അതേക്കുറിച്ച് ധാരാളം ലേഖനങ്ങൾ എഴുതി. അതൊക്കെയാണ് ഇങ്ങനെ അടിസ്ഥാനം. കമ്മ്യൂണിസ്റ്റ് പാർട്ടി അന്ന് MN ഗോവിന്ദൻ നായർ, TV തോമസ് തുടങ്ങിയ നേതാക്കളൊക്കെയാണ് അതിൻ്റെ വലിയ അധികായന്മാർ. അതൊക്കെ ആ നേതാക്കൾ തന്നെ ഒരു മിന്നുന്ന താരങ്ങളായിരുന്നു. TV തോമസ്, KR ഗൗരിയമ്മ. കേരള രാഷ്ട്രീയത്തിൽ എക്കാലത്തും കത്തിജ്വലിച്ച് നിൽക്കുന്ന താരകങ്ങളായിരുന്നു അന്നത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാക്കൾ. അതുപോലെ കോൺഗ്രസ്സിലുണ്ടായിരുന്നു PT ചക്കോ, അതുപോലെ പട്ടം താണുപിള്ള പിന്നെ PSP ആയി. അവർ വലിയ നേതാക്കന്മാരായിരുന്നു, തലയെടുപ്പുള്ള വലിയ വൻമരങ്ങളായിരുന്നു. അപ്പോൾ ഈ രണ്ടുപേരും കൂടെ തമ്മിലും കൂട്ടി ഏറ്റുമുട്ടുമ്പോൾ ഇന്നത്തെ പോലെ തന്നെ ജയമാർക്ക് എന്നുള്ളതൊരു വലിയ പ്രശ്നമായിരുന്നു. പക്ഷേ കോൺഗ്രസ് നേതാക്കൾക്ക് ഒരു പ്രശ്നം ഉണ്ടായില്ല. ഞങ്ങൾ ജയിക്കും, ഞങ്ങൾ ഭരിക്കും എന്നാണ് കോൺഗ്രസ് നേതാക്കളുടെ അന്നത്തെ ഒരു ചിന്ത. അന്ന് ഫാദർ വടക്കനച്ചൻ്റെ ഒരു തീസീസ് ഉണ്ട്. ഞാൻ സാന്ദർഭികമായിട്ട് പറയുന്നേ ഉള്ളൂ. കോൺഗ്രസ് ഇങ്ങനെ നിന്നാൽ പോരാ, കമ്മ്യൂണിസ്റ്റുകളെ തോൽപ്പിക്കണമെങ്കിൽ നിങ്ങൾ ഒരു മുന്നണി ഉണ്ടാക്കണം. അതിന് ലീഗിനെയും PSPയെയും കൂടെ കൂട്ടണം എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതിന് അദ്ദേഹത്തിൻ്റെ ആ തിയറിയുടെ പേര് മട്ടാഞ്ചേരി തീസീസ് എന്നായിരുന്നു. മട്ടാഞ്ചേരി തീസീസ് അത് വലിയ പ്രസിദ്ധമായി. കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ അതിനെ കളിയാക്കി. പക്ഷേ ഈ കോൺഗ്രസ്സുകാർ ചെവിക്കൊണ്ടില്ല. അങ്ങനെ ചെവിക്കൊള്ളാതെ അവർ മത്സരിച്ചു. ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ് അധികാരത്തിൽ വന്നു. സാക്ഷാൽ EMS നമ്പൂതിരിപ്പാടിൻ്റെ ഗവൺമെൻറ്. ആ ഗവൺമെൻറ് ചെയ്ത പരിഷ്കാരങ്ങളിൽ ഏറ്റവും പ്രധാനം വിദ്യാഭ്യാസ രംഗത്തെ പരിഷ്കാരം, അതേപോലെ ഭൂപരിഷ്കരണം. KR ഗൗരിയമ്മ ഒരാഴ്ചക്കുള്ളിൽ
ഭൂമി ഒഴിപ്പിക്കുന്നതിനെതിരെ ഒരു ഓർഡിനൻസ് കൊണ്ടുവന്നു. ഭരണമേറ്റ് ഒറ്റയാഴ്ചക്കുള്ളിൽ ഓർഡിനൻസ് കൊണ്ടുവന്നു. രാത്രി ഉറക്കമിളച്ചിരുന്ന് നിയമം എഴുതി. ഗൗരിമ നിയമവിദഗ്ധയാണ്, LLB-കാരിയാണ്. ഒരു ഓർഡിനൻസ് പാസ്സാക്കി. അതൊക്കെ കേരളം നടുങ്ങിപ്പോയില്ലേ, ഭൂപ്രഭുക്കൾ നടുങ്ങിപ്പോയില്ലേ. അപ്പോൾ പിന്നെ വിദ്യാഭ്യാസ പരിഷ്കാരം. ജോസഫ് മുണ്ടശ്ശേരിയാണ് വിദ്യാഭ്യാസ മന്ത്രി. അദ്ദേഹത്തിൻ്റെ ബില്ല് ഇതൊക്കെ വന്നപ്പോഴത്തേക്ക് ആ ഗവൺമെൻറ്റിൻ്റെ ആദ്യ വർഷങ്ങൾ, കൂടി കുറച്ച് വർഷങ്ങളേ ഇരുന്നുള്ളൂ, 59 പിരിച്ചുവിട്ടു. ഇതെല്ലാം കാരണം വിദ്യാഭ്യാസ പരിഷ്കരണമാണ്. കാരണം ക്രിസ്ത്യാനികൾക്ക്, പ്രത്യേകിച്ച് കത്തോലിക്ക സമുദായത്തിന് ഇഷ്ടപ്പെട്ടില്ല. വിദ്യാഭ്യാസം അവരുടെ കുത്തകയായിരുന്നു. അങ്ങനെ അപ്പോൾ ആ ഭരണകാലഘട്ടം മുഴുവൻ സംഭവ ബഹുലമായിരുന്നു. ഇന്നും കേരളത്തിൻ്റെ നമ്മളിന്ന് കാണുന്ന ഒരു വളർച്ചയുണ്ടല്ലോ, വിദ്യാഭ്യാസ രംഗത്തെ വളർച്ചയാണ് അതിൻ്റെ അടിസ്ഥാനം. നമ്മുടെ പിള്ളേർ, നമ്മളുൾപ്പെടെ നല്ല പഠിക്കാൻ സൗകര്യങ്ങളുണ്ടായി. ആ പഠന സൗകര്യങ്ങൾ ഉപയോഗിച്ച് നമ്മുടെ വിദ്യാർത്ഥികൾ ശരിക്കും പഠിച്ചു. ഇന്ന് നല്ല വിദ്യാഭ്യാസ രംഗത്ത് ഇന്ത്യയിൽ നമ്പർ 1 നമ്മുടെ വിദ്യാഭ്യാസ രംഗം. 57 തുടങ്ങിയതാണ് ആദ്യത്തെ ഗവൺമെൻറ്, കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ്. ഞാൻ പറയുന്നത് അതിൻ്റെയൊക്കെ ഒരു ചുവട് പിടിച്ചാണ് ഇടതുപക്ഷ ഗവൺമെൻറ്റുകൾ വന്നിട്ടുള്ളത്. ഞാൻ പക്ഷേ എന്നാലും പറയും, കേരളത്തിൽ ഇന്ന് കാണുന്ന വലിയ വളർച്ചയ്ക്ക് കാരണം കേരളത്തിൽ മാറി മാറി വന്ന ഗവൺമെൻറ്റുകൾ തന്നെയാണ്. ഒരു വശത്ത് ഇടതുപക്ഷവും മറുവശത്ത് ഐക്യജനാധിപത്യ മുന്നണിയും. UDF വന്നപ്പോഴൊക്കെ ഈ ഭരണപരിഷ്കാരങ്ങളുടെ തുടർച്ച അവർ ഉറപ്പാക്കി. അച്യുതമേനോൻ ഗവൺമെൻറ് വന്നപ്പോഴും പിന്നീട് ഇങ്ങോട്ട് CS മുഹമ്മദ് കോയ വിദ്യാഭ്യാസ മന്ത്രി ആയപ്പോഴും CS മുഹമ്മദ് കോയയുടെ ഒരു കാര്യം പറയാതിരിക്കാൻ വയ്യ. കാരണം മലപ്പുറത്ത് വിദ്യാഭ്യാസമായിട്ട് ഒരു വളർച്ചയില്ല. അവിടെ എന്ത് ചെയ്തെന്നറിയാമോ? നോക്കിയപ്പം അവിടുത്തെ ഒരു സാധാരണ സ്ഥിതി, ഈ മതപഠനം പഠിപ്പിക്കുന്നവർ ഒക്കെ കൂടി പറഞ്ഞിട്ടുള്ളത്, നമ്മളാരും ഇംഗ്ലീഷ് പറയരുത്, ഇംഗ്ലീഷ് പഠിപ്പിക്കരുത് നമ്മുടെ പിള്ളേരെ. കാരണം ഇംഗ്ലീഷ് ഹറാമാണ്, അത് സാത്താൻ്റെ ഭാഷയാണ്. അപ്പോൾ നാട്ടിലൊക്കെ പള്ളിക്കൂടങ്ങൾ മതപഠനം മാത്രം, മദ്രസകൾ മാത്രം. അതിനങ്ങപ്പുറത്തേക്ക് മുസ്ലിം കുട്ടികൾക്ക് അധികം പഠിക്കാൻ സാധ്യതയില്ല, പള്ളിക്കൂടങ്ങളില്ല. അതും നോക്കണം, 1967 ഗവൺമെൻറ് എന്ന് പറയുന്നത് EMS ഉണ്ടാക്കിയ ഗവൺമെൻറ്റാണ്, ഇടതുപക്ഷത്തിൻ്റെ ഗവൺമെൻറ്റാണ്. ആ EMS നമ്പൂതിരിപ്പാട് ലീഗിനെ കൂടെ കൂട്ടി, മുസ്ലിം ലീഗിനെ കൂടെ കൂട്ടി. അതാണ് അതിൻ്റെ ചരിത്രത്തിലെ ഒരു രസകരമായ ഏടാണത്. മുസ്ലിം ലീഗിനെ കൂട്ടി 7 മുന്നണികളുടെ ഒരു കൂട്ടുകക്ഷിയുണ്ടാക്കി. ആ മുന്നണിയാണ് 1967. കാരണം EMSന് മനസ്സിലായി കോൺഗ്രസ് അങ്ങപ്പുറത്ത് PSP, വടക്കനച്ചൻ പറഞ്ഞതുപോലെ PSPയെയും മുസ്ലിം ലീഗിനെയൊക്കെ കൂട്ടിയാണ് ആദ്യ ഗവൺമെൻറ് ഉണ്ടാക്കിയത്. അന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാക്കൾ പറഞ്ഞു ഇതൊരു മുക്കൂട്ട് മുന്നണിയാണ് എന്ന്. അപ്പോൾ പക്ഷേ ആ മുക്കൂട്ട് മുന്നണി ജയിച്ചു, അധികാരത്തിൽ വന്നു. അത് കഴിഞ്ഞ് വരുന്നത് 67 ഗവൺമെൻറ്റാണ്. അപ്പോഴത്തേക്ക് കേരള കോൺഗ്രസ് ഉണ്ടായിക്കഴിഞ്ഞു, കമ്മ്യൂണിസ്റ്റ് പാർട്ടി 2 പിളർന്നു കഴിഞ്ഞു. അതിൻ്റെ ഒരു സാഹചര്യത്തിലാണ് വരുന്നത്. അങ്ങനെ വരുമ്പോൾ 67 ഗവൺമെൻറ്റിൽ വിദ്യാഭ്യാസ മന്ത്രി CH മുഹമ്മദ് കോയ ആയിരുന്നു. മുസ്ലിം സമുദായത്തിൽ ഏറെ, എനിക്ക് തോന്നുന്നു ചരിത്രത്തിൽ മുസ്ലിം സമുദായത്തിൽ ഏറെ പിന്തുണ കിട്ടിയിട്ടുള്ള ഒരു നേതാവായിരുന്നു CH മുഹമ്മദ്, തലയെടുപ്പുള്ള നേതാവ്. CH വിദ്യാഭ്യാസ മന്ത്രിയായിരുന്നപ്പോഴാണ് അദ്ദേഹം പ്രചരിപ്പിച്ചു, നമ്മളാരും ഇംഗ്ലീഷിനെതിരെ ഒരു പ്രചാരണം നടത്തിയിട്ട് കാര്യമില്ല, കാലം മുന്നോട്ട് പോവുകയാണ്, നമ്മൾ ഇംഗ്ലീഷ് പഠിക്കണം, നമ്മുടെ സ്കൂളുകളിൽ ഇംഗ്ലീഷ് പഠിപ്പിക്കണം. എന്നിട്ട് മലപ്പുറം ജില്ലയിൽ പ്രത്യേകിച്ച് അദ്ദേഹം ധാരാളം സ്കൂളുകൾ, സർക്കാർ സ്കൂളുകൾ അനുവദിച്ചു. അതേസമയം അപ്പോഴത്തേക്ക് ഗൾഫ് ബൂമുണ്ടായി. ഗൾഫിലൊക്കെ പോയി പണം ഉണ്ടാക്കിയവർ ധാരാളമായിട്ട് അവർ സ്വന്തം നിലയ്ക്ക് സ്കൂളുകൾ തുടങ്ങി. ഞാൻ മാതൃഭൂമിയൊക്കെ വിട്ടിട്ട് ഇന്ത്യയിലൂടെയായിരുന്നു. രസമുണ്ട കാര്യം, ഞാനിങ്ങനെ കേരളം മുഴുക്കുകയും എൻ്റെ ഏറിയാണേ. അന്നേരം ഞാനിങ്ങനെ പോകുമ്പോൾ മലപ്പുറം എൻ്റെ ഒരു പ്രധാനപ്പെട്ട കേന്ദ്രമായിരുന്നു. മലപ്പുറത്ത് കൂടി പോകുമ്പോൾ കാണാം ഒരു മാനേജ്മെൻറ്റ് ഇംഗ്ലീഷ് മീഡിയം മുസ്ലിം സ്കൂൾ.
അങ്ങനത്തെ സ്കൂളുകൾ എത്രയാണെന്നറിയാമോ? ഭയങ്കര രസമാണ്. അവിടെയൊക്കെ പിള്ളേരൊക്കെ പഠിക്കാൻ പോകുന്നു. ഇന്ന് മലപ്പുറമാണ് കേരളത്തിൽ ഏറ്റവും അധികം വിദ്യാഭ്യാസ രംഗത്ത് മുന്നേറ്റമുള്ള ജില്ല. മലപ്പുറം ജില്ലയാണ്. അതാണ് അതിൻ്റെ രസകരമായ കാര്യം. ഒരു നേതാവ് CH മുഹമ്മദ് കോയ, ആ നേട്ടം മുഴുവൻ ഞാൻ അദ്ദേഹത്തിന് നൽകും. കാരണം അദ്ദേഹമാണ് അതിന് വഴിയുണ്ടാക്കിയത്. ഇന്ന് മലപ്പുറത്ത് കാണുന്ന വിദ്യാഭ്യാസ രംഗത്തെ വളർച്ചയ്ക്ക് ഒരു നേട്ടം കുറിച്ചത് മുഹമ്മദ് കോയയുടെ പ്രവർത്തനം തന്നെയാണ്, സംശയമൊന്നുമില്ല. അന്നത്തെ മുഖ്യമന്ത്രി അന്നത്തെ മുഖ്യമന്ത്രി EMS നമ്പൂതിരിപ്പാടാണ്. അതും കൂടിയുണ്ട്. അത് കാലഘട്ടത്തിൻ്റെ ഒരു വൈരുദ്ധ്യം. പക്ഷേ ആ കാര്യം കൂടെ ഈ രംഗത്ത് ആ കാര്യം നമ്മൾ ഓർമ്മിച്ചേ മതിയാവൂ. EMS ഗവൺമെൻറ്റിൻ്റെ കാലത്താണ് മലപ്പുറം കേന്ദ്രമാക്കി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി തുടങ്ങിയത്. ഒരു സർവകലാശാല വരുന്നു. CHൻ്റെ സ്വപ്നമായിരുന്നു. പക്ഷേ EMS ഗവൺമെൻറ്റാണ് അതിൻ്റെ തറക്കല്ലിടുകയൊക്കെ ചെയ്തത്. അതൊക്കെയാണ് ഗവൺമെൻറ്റുകൾ ചെയ്യേണ്ടത്. ഇവിടെയും ധാരാളം കാര്യങ്ങൾ ഈ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് നടന്നിട്ടുണ്ട്. ഞാൻ എണ്ണിയൊന്നും പറയുന്നില്ല. അത് എന്നോട് പലരും പറഞ്ഞിട്ടുണ്ട്. ഡോക്ടർ KM എബ്രഹാം കിഫ്ബിയുടെ തലപ്പത്തിരിക്കുന്നയാളാണ്, CEO. ഗവൺമെൻറ് ഉദ്യോഗസ്ഥനായിരുന്നു, ധനകാര്യ വിദഗ്ധനാണ്, എൻജിനീയറാണ് ബാക്ക്ഗ്രൗണ്ടിൽ. അതുമാത്രമല്ല, ഒത്തിരിയും പുതിയ വിഷയങ്ങൾ അറിയാവുന്നയാളും കൂടിയാണ് ഡോക്ടർ KM എബ്രഹാം. അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, അദ്ദേഹമാണ് മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ പ്രൈവറ്റ് സെക്രട്ടറി. ചീഫ് സെക്രട്ടറി സ്ഥാനം കഴിഞ്ഞപ്പോൾ മുഖ്യമന്ത്രി തന്നെ അദ്ദേഹത്തെ വിളിച്ച് ആ സ്ഥാനം കൊടുത്തു. കിഫ്ബിയുടെ തലവനായിരുന്നു നേരത്തെ തന്നെ, അത് തുടരുകയും ചെയ്യുന്നു. ഇപ്പോഴും ഗവൺമെൻറ്റിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥന്മാരിൽ ഉന്നതനാണ് KM എബ്രഹാം. അദ്ദേഹം എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ സുഹൃത്തുക്കളാണ്. അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, പലതവണ പറഞ്ഞിട്ടുണ്ട്, ഈ ഗവൺമെൻറ് എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്യുന്നത്. പക്ഷേ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ഉദാഹരണങ്ങളും പറയും. കിഫ്ബി തന്നെ ഒരു വലിയ ഉദാഹരണമാണ്. കിഫ്ബി നമ്മുടെ ബജറ്റ് വരുമാനത്തിനപ്പുറത്ത് ധാരാളം ധാരാളം സമ്പത്ത് കണ്ടെത്തി കേരളത്തിൻ്റെ വികസനത്തിന് വേണ്ടി വിനിയോഗിക്കുകയാണ്. സ്കൂളുകളുടെ വളർച്ച, നമ്മൾ ഉൾനാടുകളിലോട്ട് പോയിക്കോ, സാധാരണ പള്ളിക്കൂടം, ആ പള്ളിക്കൂടത്തിൽ പോലും ഹൈടെക് മുറികളുണ്ട്, ക്ലാസ് മുറികളാണ്. അവിടെ പിള്ളേരിന്ന് കമ്പ്യൂട്ടർ റൂമുകളിലൊക്കെ പരിശീലിക്കുന്നു. വലിയൊരു വിപ്ലവം നടന്നു കഴിഞ്ഞിരിക്കുന്നു വിദ്യാഭ്യാസ രംഗത്ത്. അറിഞ്ഞും അറിയാതെയും പൊതുജനങ്ങൾ അറിഞ്ഞോ അറിയാതെയോ ഒക്കെ നടക്കുന്നുണ്ട് എല്ലാ രംഗത്തും. അത് ഈ ഗവൺമെൻറ്റിൻ്റെ ഒരു വലിയ പ്രത്യേകതയാണ്. ഗവൺമെൻറ് അത്തരം കാര്യങ്ങളിൽ വലിയ ശ്രദ്ധയൂന്നുന്നുണ്ട്, അതിനുവേണ്ടി പണം വിനിയോഗിക്കുന്നുണ്ട്. ആശുപത്രികളുടെ സൗകര്യങ്ങൾ എന്തുമാത്രം മെച്ചപ്പെട്ടിരിക്കുന്നു, എന്തുമാത്രം. അത് ഈ 5 വർഷം എന്നല്ല, ഈ 10 വർഷമല്ല, അതിന് മുമ്പ് തന്നെ വളരുന്നതാണ്. പക്ഷേ ആ വികസനം അതിഗംഭീരമായ തലത്തിലേക്കാണ് കടന്നിരിക്കുന്നത്. അതൊന്നും നമ്മൾ കണ്ണടച്ചിട്ട് കാര്യമില്ല. അതൊക്കെ കേരളത്തിൽ ജനങ്ങൾക്ക് ലഭ്യമാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. പിണറായി വിജയൻ അല്ലാതെ മറ്റൊരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെയും മുന്നോട്ട് വെക്കാനില്ലാത്തൊരു അവസ്ഥയിലാണോ CPM നേതൃത്വം ഉള്ളത്? പിണറായി വിജയൻ അല്ലാതെ മറ്റൊരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ CPM ആലോചിച്ചിട്ടുണ്ടോ? ഒരുപക്ഷേ CPM എന്ന് പറയുന്നത് ഒരു വ്യക്തിയല്ല, ഒരു നേതൃത്വമാണ്. കുറേ ആൾക്കാരുടെ നേതൃത്വം. അവർ കൂട്ടായാണ് തീരുമാനമെടുക്കുന്നത്. അതിനകത്തൊരു ഐക്യം ഉണ്ടാവും. ഏത് പാർട്ടിയാണെങ്കിലും അങ്ങനെ തന്നെയാണ്, അങ്ങനെയാണ് വേണ്ടതും. പക്ഷേ പിണറായി വിജയനാണല്ലോ, അദ്ദേഹമാണ് നയിക്കുന്നത്. അപ്പോൾ അടുത്ത തിരഞ്ഞെടുപ്പ് അദ്ദേഹം തന്നെയായിരിക്കും നയിക്കുക. തിരഞ്ഞെടുപ്പ് ജയിച്ചാൽ പിണറായി വിജയനായിരിക്കുമോ മുഖ്യമന്ത്രി, അതോ വേറെ ആരെങ്കിലും ആയിരിക്കുമോ എന്ന ചോദ്യം അന്ന് ചോദിക്കേണ്ടതാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. അതിന് സാധ്യത ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കാണുന്നില്ല. പിണറായി വിജയന് അത്യാവശ്യം ആരോഗ്യമുണ്ട്. അദ്ദേഹത്തിൻ്റെ ചിന്തയ്ക്കോ അദ്ദേഹത്തിൻ്റെ വർത്തമാനത്തിനോ യാതൊരു കുഴപ്പമില്ല, യാതൊരു സംശയമില്ലാത്ത കാര്യമാണ്. ഇന്നും വളരെ ശക്തമായിട്ട് സൂക്ഷ്മമായിട്ട് കാര്യങ്ങൾ നിരീക്ഷിക്കുകയും സൂക്ഷ്മമായിട്ട് തീരുമാനങ്ങൾ എടുക്കുകയും നിലപാടുകൾ എടുക്കുകയും ചെയ്യുന്ന ഒരു വലിയ രാഷ്ട്രീയ നേതാവ് തന്നെയാണ്. എൻ്റെ വീക്ഷണത്തിൽ കേരളത്തിൽ ഏറ്റവും തലയെടുപ്പുള്ള നേതാവ്, ഏറ്റവും തന്ത്രപ്രധാനമായ തീരുമാനങ്ങൾ അതിവിദഗ്ധമായിട്ട് എടുക്കാൻ കഴിവുള്ള നേതാവ് പിണറായി വിജയൻ തന്നെയാണ്. സഖാവ് പിണറായി വിജയൻ തന്നെയാണ്, സംശയമില്ല. പൊതുവെ പിണറായി വിജയനെ രാഷ്ട്രീയ എതിരാളികൾ ഒരു വില്ലനായിട്ടാണ് ചിത്രീകരിക്കുന്നത്. അദ്ദേഹത്തിന്റെ പെരുമാറ്റത്തിലെ ആ ഒരു കാർക്കശ്യവും ഈ ഒരു വില്ലൻ പരിവേഷത്തിനൊക്കെ കാരണം തന്നെയാണ്. സാറിന്റെ അനുഭവത്തിൽ പിണറായിയെ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? ഞാനേ കഴിഞ്ഞ കുറേ കാലമായി തിരുവനന്തപുരത്ത് പത്രപ്രവർത്തകനാണ്. ആദ്യം മാതൃഭൂമിയിലും പിന്നെ ഇന്ത്യ ടുഡേയിലും. എനിക്ക്
നേതാക്കളുമായിട്ട് രാഷ്ട്രീയം വലിയ ഇഷ്ടമാണ്. മാതൃഭൂമിയിലൊക്കെ നമ്മൾ ചെറുപ്പത്തിലെ രാഷ്ട്രീയം എഴുതുമായിരുന്നു. നമ്മുടെ സീനിയേഴ്സൊക്കെ അങ്ങനെ പരിചയപ്പെടുത്തി. തിരുവനന്തപുരത്ത് ഞങ്ങൾ പുതിയ എഡിഷൻ തുടങ്ങിയപ്പോഴത്തേക്ക് അവിടെ എന്നെ ട്രെയിനി ആയിട്ടാണ്, വെറും ട്രെയിനിങ് കാലമാണ്. എന്നിട്ട് പോലും ഞാൻ ഒത്തിരി സ്റ്റോറികളൊക്കെ എഴുതി. ഞാനിങ്ങനെ പെട്ടെന്ന് രാഷ്ട്രീയത്തിൽ പണ്ട് പോലെ എനിക്ക് താല്പര്യമുണ്ട് രാഷ്ട്രീയം. അങ്ങനെ ആയി. ആദ്യം കോൺഗ്രസ് രാഷ്ട്രീയം. ഞാൻ കയറുമ്പോൾ 80 നായനാർ ഗവൺമെൻറ്, അത് കഴിഞ്ഞ് കരുണാകരൻ ഗവൺമെൻറ് വരുന്നത്. നല്ല രസമാണ്. കരുണാകരൻ ഗവൺമെൻറ് വരുമ്പോഴത്തേക്കൊന്നും അയ്യോ ഭയങ്കര സംഭവമാണ് തിരുവനന്തപുരത്ത്. അങ്ങനെ റിപ്പോർട്ട് ചെയ്ത് കെ കരുണാകരനോട് ഞാൻ ആൻ്റണിയാണ് ലോകത്തിലെ ഏറ്റവും വലിയ നേതാവ് എന്ന് ഞാൻ കരുതി. അദ്ദേഹത്തിൻ്റെ ആശയങ്ങളിലെ ഒരു ദൃഢത, അദ്ദേഹം KPCC അധ്യക്ഷനായിരുന്നപ്പോഴുണ്ടല്ലോ, ഇന്ദിരാഗാന്ധി ബിഷപ്പുമാരെ കാണാൻ കോഴിക്കോട്ട് വരുന്നു. ആൻ്റണി ദേഷ്യപ്പെട്ടു. ബിഷപ്പുമാരെ കാണാൻ പ്രധാനമന്ത്രി വരികയോ? ആൻ്റണി പോയില്ല. ഇന്ത്യയുടെ പ്രധാനമന്ത്രി അന്നത്തെ ഇന്ദിരാഗാന്ധി കേരളത്തിൽ കുറേ ബിഷപ്പുമാരെ കണ്ട് കോൺഗ്രസിൻ്റെ അകത്തെ കോൺഗ്രസുമായിട്ടുള്ള പ്രശ്നങ്ങൾ തീർക്കാൻ വന്നപ്പോൾ AK ആൻ്റണി മിണ്ടാതെ പിണങ്ങി ഇന്ദിരാഗാന്ധിയോട് പ്രതിഷേധം രേഖപ്പെടുത്തി തിരുവനന്തപുരത്ത് ഇരുന്നു. വാർത്തയല്ലേ, വലിയ വാർത്തയല്ലേ, നമ്മളൊക്കെ അതിങ്ങനെ ആഘോഷിച്ച് എഴുതുക. അത് കഴിഞ്ഞിട്ട് പിന്നെ AK ആൻ്റണി ഉണ്ട്, കല്യാണം കഴിക്കുന്നു. 42-ാമത്തെയോ 45-ാമത്തെ വയസ്സിൽ എലിസബത്ത് ആണ് ഭാര്യ, കാനറ ബാങ്ക് ഉദ്യോഗസ്ഥ. കല്യാണം ആലോചിച്ചത് ഉമ്മൻചാണ്ടിയുടെ ഭാര്യ മറിയാമ്മ. അപ്പോൾ ആൻ്റണി പള്ളിയിൽ വെച്ച് കല്യാണം കഴിച്ചില്ല. KSUവിനെ ഞാനതൊക്കെ ചർച്ചയിൽ പറയുന്നതാണ്. KSUവിനെ യൂത്ത് കോൺഗ്രസിനെയും ഒക്കെ ഇങ്ങനെ ഗ്രൂം ചെയ്ത് വളർത്തിയെടുത്തത് ആൻ്റണി. KSUവിലൂടെയാണ് ഉരണാ സമരത്തിന് നേതൃത്വം കൊടുത്തൊക്കെയാണ് ആൻ്റണി കോൺഗ്രസിൻ്റെ ധാരയിലേക്ക് വരുന്നത്, KSUവിലേക്ക് വരുന്നത്. അങ്ങനെ വന്ന് MA ജോൺ നമ്മെ നയിക്കും, വലിയ ഒരു പരിവർത്തനവാദിയായിട്ട് മാറിയ ആൾ. അദ്ദേഹമാണ് ഇവരെ എല്ലാം പഠിപ്പിക്കുന്നത്, KSU നേതാക്കളെ, പ്രവർത്തകരെയും. അപ്പം അദ്ദേഹം പഠിപ്പിക്കുന്ന പ്രധാന പാഠം നമ്മളൊക്കെ താക്കോൽ സ്ഥാനങ്ങളിൽ കയറിയിരിക്കണം. അതായത് നമ്മുടെ നേതൃത്വത്തെയൊക്കെ താഴെ ഇറക്കി നമ്മളൊക്കെ അവിടെ കയറിയിരിക്കണം. ചെറുപ്പക്കാർ സ്ഥാനമാനങ്ങൾ നേടണം, MLA-മാരാവണം, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് KPCC അധ്യക്ഷനാവണം, ഈ കിളവന്മാരെയൊക്കെ അടിച്ച് പുറത്തേക്കും എന്ന് പറഞ്ഞിട്ട്. ഭയങ്കര രസമല്ലേ? നമ്മളൊക്കെ കൊച്ചു പിള്ളേരല്ലേ, നമ്മളൊക്കെ ഇങ്ങനെ ആവേശം കൊണ്ട് എഴുതും ഇതൊക്കെ. അല്ല, ഇതൊക്കെ ഞാൻ പത്രപ്രവർത്തകനാകുന്നതിന് മുമ്പ് നടന്ന സംഭവങ്ങളുടെ ചരിത്രമാണ് ഞാൻ പറയുന്നത്. അങ്ങനെ വന്ന് 1971 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉമ്മൻചാണ്ടി, AK ആൻ്റണി, രാമേന്ദ്രൻ കടന്നപ്പള്ളി, അങ്ങനെ കുറേ കൊച്ചു പിള്ളേരെ MLA-മാരാവുക. 26-27 വയസ്സുള്ളവർ, AK ആൻ്റണി അങ്ങനെയുള്ളവർ. ഭയങ്കര സംഭവമായി. കൊച്ചു പിള്ളേരൊക്കെ പൊന്നു കണ്ടപ്പോഴത്തേക്ക് KSU ഇങ്ങനെ ആർത്തിരമ്പി ഇങ്ങനെ വളർന്നു വരികയാണ് അന്നേരം. അങ്ങനെയാണ് ഈ ആൻ്റണിയൊക്കെ അവരുടെ ഒരു നേതാവായി. ചായ കുടിക്കാത്ത AK ആൻ്റണി, കാപ്പി കുടിക്കാത്ത AK ആൻ്റണി, പച്ചക്കറി മാത്രം കഴിക്കുന്ന AK ആൻ്റണി എന്നൊക്കെ പറഞ്ഞിട്ട് അണികളൊക്കെ ഇങ്ങനെ പേരുണ്ടാക്കി. പള്ളി പോകാത്ത AK ആൻ്റണി, മെത്രാന്മാർ വന്നപ്പോൾ മെത്രാന്മാരെ കാണാൻ ഇന്ദിരാഗാന്ധി വന്നപ്പോഴത്തേക്ക് ബഹിഷ്കരിച്ച AK ആൻ്റണി. ഒരു താരപരിവേഷമായി. അത് കേരളത്തിൽ അന്ന് ചിലവായി നന്നായിട്ട്. അപ്പം നമ്മളൊക്കെ സ്വാഭാവികമായിട്ടും ആൻ്റണിയെ പത്രപ്രവർത്തകർ എന്ന നിലയ്ക്ക് AK ആൻ്റണി കൊള്ളാം, നല്ല ഇമേജുള്ള ഒരു നേതാവ്. അങ്ങനെ ആണ് നമ്മൾ ആ സമയത്ത് നമ്മൾ കണ്ടത്. അപ്പം കരുണാകരനെതിരെ എഴുതുക എന്നുള്ളത് നമ്മുടെ സ്വഭാവമായിരുന്നു. അങ്ങനെ വന്ന് പിന്നെ നമ്മളത് തുടർന്നു. അപ്പോൾ ഈ കരുണാകരനെ ഒരു ദുഷ്ട കഥാപാത്രമായിട്ട് ചിത്രീകരിക്കുന്നത് ആരാ? പത്രക്കാരല്ല കേട്ടോ, കോൺഗ്രസ്സുകാരാ. അതുകൊണ്ട് അഭിരാമി എന്നോട് ചോദിച്ചില്ലേ പിണറായി വിജയനെ ദുഷ്ട കഥാപാത്രം എന്നുള്ള അർത്ഥത്തിലല്ലേ ചോദിച്ചത്? അതിനുള്ള മറുപടിയാണ് ഞാൻ പറഞ്ഞത്. അത് രാഷ്ട്രീയത്തിൽ ബിംബം പ്രതിബിംബം എന്നൊക്കെ പറയുന്നത് ഒരു 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 പ്രചാരണത്തിൻ്റെ അകത്ത് വരുന്നൊരു സംഭവമാണ്. മുഖ്യമന്ത്രി പിണറായി വിജയനെ വ്യക്തിപരമായിട്ട് എനിക്കറിയാം, കരുണാകരനെ എനിക്കറിയാം, ആൻ്റണി എനിക്കറിയാം. ആൻ്റണി പിന്നെ അയക്കാരനെ ഞാനുമായിട്ട് ഇത്തിരി അകലത്തിലായി. അപ്പം ഞാൻ വിചാരിച്ചു കരുണാകരനാണ് നല്ലത്. 94-95 കാലഘട്ടത്തിൽ അന്നാണ് ISRO ചാരക്കേസൊക്കെ വരുന്നത്. ഞാൻ അതിനകത്ത് ഭയങ്കര വലിയൊരു റോള് വഹിച്ചു. അപ്പം അന്നേരം ഞാൻ ഇന്ത്യ ടുഡേയിലാണ്. കരുണാകരനുമായിട്ട് അടുത്തു. എനിക്ക് കരുണാകരനെ ഏറ്റവും ഇഷ്ടപ്പെട്ടത് രമൺ ശ്രീവാസ്തവ ISRO ചാരക്കേസിൽ പ്രധാനപ്പെട്ട ഒരു പ്രതിയായിട്ട്
കേരള പോലീസും IB-യും ഇൻ്റലിജൻസ് ബ്യൂറോ, കേന്ദ്രത്തിൻ്റെ രഹസ്യ പോലീസ്, അവരും ചിത്രീകരിച്ചപ്പോൾ കരുണാകരൻ സമ്മതിച്ചില്ല. അതിനകത്ത് IB-യുടെ നേതാവ് മാത്യു ജോൺ, പിന്നെ ഒരു RK ശ്രീകുമാർ, 2 ഉദ്യോഗസ്ഥർ, തിരുവനന്തപുരത്തെ ഉദ്യോഗസ്ഥന്മാരാണ് അവർ. IB-യെ നിയന്ത്രിക്കുന്ന, IB വലിയ സംഭവമാണ്, കേന്ദ്ര ഗവൺമെൻറ് ഒരു വലിയ ആമാണത്. അവർ മുഖ്യമന്ത്രി മുഖ്യമന്ത്രി K. കരുണാകരൻ്റെ ക്ലിഫ് ഹൗസിലെ വീട്ടിൽ ചെന്ന് കരുണാകരനെ കണ്ടു. രമൺ ശ്രീവാസ്തവയെ സസ്പെൻഡ് ചെയ്യണം എന്നാവശ്യപ്പെട്ടു. കരുണാകരൻ പറഞ്ഞ തെളിവ് കഥ. എന്ത് തെളിവ് വെച്ചാണ് ഒരു IPS ഉദ്യോഗസ്ഥൻ എൻ്റെ കീഴിലുള്ളൊരു പോലീസ് ഉദ്യോഗസ്ഥനെ ഞാൻ സസ്പെൻഡ് ചെയ്തിട്ടുണ്ടെന്ന് പറയൂ, തെളിവ് തരൂ. ആ തെളിവ് തരാനില്ല. പിന്നെ ഞാൻ സസ്പെൻഡ് ചെയ്യും, പറ്റില്ല എന്ന് പറഞ്ഞു. അവർ പിണങ്ങി ഇറങ്ങിപ്പോയി. IB ഉദ്യോഗസ്ഥന്മാരാണ്. അന്ന് രാത്രി K. കരുണാകരൻ ഡൽഹിയിൽ, അന്ന് കോൺഗ്രസ് ഭരണമാണ്, ഡൽഹിയിൽ വിളിച്ചു. അന്ന് ആ മന്ത്രിയെ വിളിച്ചു, ആഭ്യന്തര വകുപ്പിൻ്റെ സഹമന്ത്രി മാർഗരറ്റ് എൽവയെ വിളിച്ചിട്ട് ഈ കാര്യം പറഞ്ഞു. ഈ കേസ് കേരള പോലീസിൻ്റെ കയ്യിൽ നിന്ന് CBIക്ക് മാറ്റണം എന്നാവശ്യപ്പെട്ടു. പിറ്റേ ദിവസം കേന്ദ്ര സർക്കാർ ഉത്തരവിറക്കി ISRO ചാരക്കേസ് CBIക്ക് വിട്ടുകൊണ്ട്. അങ്ങനെ ധീരമായ നിലപാടെടുക്കാൻ, നടപടിയെടുക്കാൻ ശേഷിയുള്ള ആളായിരുന്നു K. കരുണാകരൻ. ഞാൻ K. കരുണാകരനുമായിട്ട് കൂട്ടായി. ഞാൻ കരുണാകരൻ്റെ വലിയ സുഹൃത്തായി. മിക്കവാറും എല്ലാ ദിവസങ്ങളിലും ക്ലിഫ് ഹൗസിൽ പോവും, അദ്ദേഹത്തിൻ്റെ ബെഡ്റൂമിലേക്ക് കൊണ്ടുപോകും. അപ്പോഴത്തേക്ക് വിശ്രമിക്കാൻ കിടക്കും. കാരണം പുറത്ത് കോൺഗ്രസിനകത്ത് യുദ്ധം മുറുകയാണേ. യുദ്ധം എന്ന് പറഞ്ഞാൽ കരുണാകരനെ താഴെ ഇറക്കാൻ വേണ്ടിയുള്ള യുദ്ധം, കരുണാകരനെ ദോഷമായിട്ട് ചിത്രീകരിക്കുന്ന പ്രചാരണം ഒക്കെ നടക്കുമ്പോൾ ഞാൻ K. കരുണാകരനുമായിട്ട് വർത്തമാനം പറഞ്ഞിരിക്കും രാത്രി. അദ്ദേഹത്തിന് എന്നെ കാണണമായിരുന്നു എല്ലാ ദിവസവും. അന്ന് പത്മജൻ മാത്രമേ ഉള്ളൂ, മുരളി ഒന്നും അവിടെ വരാറില്ല. അദ്ദേഹത്തിന് ഭാര്യ കല്യാണിക്കുട്ടിയമ്മയുണ്ട്. എനിക്ക് ചായയും കാപ്പിയൊക്കെ തരും. അങ്ങനെ ഇരിക്കും, കുറേ നേരം ഇരിക്കും. രാത്രിയായിരിക്കും പോവുക, കുറേ വർത്തമാനം വിട്ടിരിക്കും. ഞാനവിടെ ഉണ്ടെങ്കിലുണ്ടല്ലോ, വേറെ മന്ത്രിമാർ പെരിയില്ല, വന്നാൽ അവിടെ കാണാൻ പറ്റത്തില്ലെന്നറിയാം. പല മന്ത്രിമാരും വന്നിട്ട് വിജയ്ക്ക് പകത്തിരിക്കുകയല്ലേ, ഇപ്പോഴെങ്ങും ഇറങ്ങത്തില്ല, അവർ തിരിച്ചു പോകുന്ന ഞാൻ അറിഞ്ഞിട്ടുണ്ട്. അത്രയ്ക്ക് സൗഹൃദം ഉണ്ടാക്കി ഞാൻ K. കരുണാകരനുമായിട്ട്. അപ്പോൾ ഇതൊക്കെ ആപേക്ഷികമാണ്. ഇതിനകത്ത് ആപേക്ഷികമാണോ ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഇതൊക്കെ പ്രചാരണത്തിൻ്റെ ഭാഗമാണ്. മുഖ്യമന്ത്രിയെ ഇങ്ങനെ ദോഷകരമായിട്ട് ചിത്രീകരിക്കണമെന്നുള്ളത് ചിലരുടെ ആവശ്യമാണ്, അതിനുവേണ്ടി പറയുന്നു. പക്ഷേ മുഖ്യമന്ത്രി പിണറായി വിജയൻ നല്ലൊരു ഭരണാധികാരിയാണ്, കേരളം കണ്ട ഏറ്റവും മികവുള്ള ഭരണാധികാരിയാണെന്ന് തന്നെ ഞാൻ പറയും. അതിൻ്റെ അർത്ഥം അദ്ദേഹം മർക്കട മുഷ്ടിക്കാരനാണെന്നോ ഒന്നുമല്ല. ചിലപ്പോൾ അധികാരത്തിൽ കരുണാകരൻ എന്ത് ചാട്ടിയക്കാരനായിരുന്നു, അതിനൊന്നും സംശയമൊന്നുമില്ല. പക്ഷേ ഞാൻ കരുണാകരനെയും പിണറായിയെയും കമ്പയർ ചെയ്യലേ, രണ്ടും രണ്ട് ധാരകളായിട്ട് വളർന്നു വന്ന നേതാക്കന്മാരാണ്. കേരളത്തിൽ നിറഞ്ഞു നിന്ന നേതാക്കന്മാരാണ്, സംശയമൊന്നുമില്ല. അതുകൊണ്ട് പിണറായി വിജയനെക്കുറിച്ച് പറയുന്ന ഇത്തരം ആരോപണങ്ങൾക്ക് എൻ്റെ അംഗീകാരമില്ല. ഈ തെരഞ്ഞെടുപ്പിൽ പ്രധാനമായിട്ടും എന്തൊക്കെ വിഷയങ്ങളാകും ചർച്ച ചെയ്യപ്പെടുക? അല്ല, ഈ തെരഞ്ഞെടുപ്പിൽ പ്രധാനമായിട്ടും ഗവൺമെൻറ്റിന് എതിരായ ഒരു പൊതുജനാഭിപ്രായം ഉണ്ടാക്കുക, അതാണ് പ്രതിപക്ഷത്തിൻ്റെ ഒരു ലക്ഷ്യം. അതിലപ്പോൾ ഇങ്ങനെ സിസ്റ്റമാറ്റിക്കായിട്ട് പ്രതിപക്ഷം ആ വഴിക്ക് പോകുന്നുണ്ട്. അങ്ങനെ ജനപ്രിയമല്ലാത്ത ഒരു ഗവൺമെൻറ്റിൻ്റെ തലപ്പത്തിരിക്കുന്നത് ആര്? അത് പിണറായി വിജയനാണ്. ആ പിണറായി വിജയനെ കേന്ദ്രീകരിച്ചും കൊണ്ടുള്ള ഒരു ദുഷ്പ്രചാരണം എന്ന് ഞാൻ പറയുന്നില്ല, ആ പ്രചാരണമാണ്. അത് പ്രതിപക്ഷത്തിൻ്റെ കർമ്മമാണ്, പ്രതിപക്ഷത്തിന് അർഹതപ്പെട്ട കാര്യമാണ്. ഞാനതിനെ അങ്ങനെ രാഷ്ട്രീയമായിട്ട് എതിർക്കുന്നൊന്നുമില്ല. അങ്ങനെ ഒരു പ്രചാരണമാണ് നടക്കുന്നുണ്ട്. അത് എല്ലാ തെരഞ്ഞെടുപ്പിനും മുമ്പ് ആ പ്രചാരണം കൂടും. കോൺഗ്രസ്സിലാകുമ്പോൾ ഉമ്മൻചാണ്ടി ഗവൺമെൻറ്റിൻ്റെ അവസാന കാലത്തെ ചരിത്രം ഓർമ്മയുണ്ടോ? അതായത് ഉമ്മൻചാണ്ടിക്കെതിരെയായിരുന്നു ആക്രമണം. അത് CPM അല്ലായിരുന്നു, CPM അല്ല, കോൺഗ്രസിൻ്റെ അകത്ത് നിന്ന് തന്നെ, കോൺഗ്രസ് നേതൃത്വത്തിൽ നിന്ന് തന്നെയാണ് അന്നത്തെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്കെതിരെ കരുക്കൾ നീക്കിയത്. അതും കൂടി ഓർക്കണം.
പക്ഷേ ഇവിടെ സി പി എമ്മിൻ്റെ അകത്ത് അങ്ങനെ ഒരു സംസാരമില്ല. കാരണം സി പി എം അങ്ങനത്തെ പാർട്ടിയാണ്. എനിക്ക് തോന്നുന്നു, ഞാൻ ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാം. കേരളത്തിൽ കോൺഗ്രസ്സിന് ആശ്രയിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ഭരണപക്ഷ വിരുദ്ധ ജനവികാരം തന്നെയാണ്, സംശയമൊന്നുമില്ല. ആൻറ്റി ഇൻകംബൻസി എന്നൊക്കെ പറയുന്ന പതിവ് തിരഞ്ഞെടുപ്പ് പ്രയോഗങ്ങൾ അതുതന്നെയാണ്. അത് എപ്പോഴും 10 വർഷത്തെ ഗവൺമെൻറ്റിന് എതിരെ ഒരു ജനാഭിപ്രായം ഉണ്ടാവുക സ്വാഭാവികമാണ്. അത് എവിടെയെങ്കിലുമൊക്കെ ഉണ്ടാവും, ആർക്കെങ്കിലുമൊക്കെ അസംതൃപ്തിയോ ഒക്കെ ഉണ്ടാവും. അതിനെതിരായിട്ടുള്ള ഒരു നിലപാട് അല്ലെങ്കിൽ അഭിപ്രായം ജനങ്ങളിൽ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അത് പരമാവധി ഉപയോഗിക്കുക. അത് കോൺഗ്രസിൻ്റെ ധർമ്മമാണ് എന്ന് തന്നെ ഞാൻ കരുതുന്നു. അത് പ്രതിപക്ഷം ഉപയോഗിക്കുന്നുണ്ടാവാം. അതിനകപ്പുറത്ത് ഗവൺമെൻറ് അത് ചെയ്തില്ല, ഇത് ചെയ്തില്ല. ഗവൺമെൻറ്റിന് അതുപോലെ ബാധിക്കാം. ഗവൺമെൻറ് എന്തൊക്കെ ചെയ്തു? അങ്ങനെ ഗെയിൽ പൈപ്പ് ലൈൻ മുതൽ ഇങ്ങോട്ട് ഒത്തിരിയും കാര്യങ്ങൾ അവർ ചെയ്തിട്ടുണ്ട്. ഇടമൺ വൈദ്യുതി ലൈൻ, അത് മുതൽ വലിയ റോഡുകൾ, വിശാലം ഒരു വളർച്ചയുടെ ഒരു വലിയ കാലഘട്ടം തന്നെയായിരുന്നു ഈ 5 വർഷം എന്ന് പറയാം. പക്ഷേ ആത്യന്തികമായിട്ട് നോക്കുമ്പോഴത്തേക്ക് ഈ തിരഞ്ഞെടുപ്പിൽ പൊതു രാഷ്ട്രീയമായ പോരാട്ടം തന്നെയാണ്. ഇതിനിടയ്ക്ക് BJP എന്ത് റോൾ വഹിക്കും? BJPയുടെ വോട്ട് എങ്ങോട്ട് പോകും? ഞങ്ങളുടെ സ്ഥാനാർത്ഥി ജയിക്കുന്നതല്ലെങ്കിൽ BJPക്കാർ, അണികൾ, സാധാരണക്കാർ ആർക്ക് വോട്ട് ചെയ്യും? ഇത്യാദി ഘടകങ്ങളും കൂടി ഇതിനകത്ത് കളിക്കുന്നുണ്ടാവും എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം.